ഡിസ്കഷൻസ് മീഡിയയിലെ ഡിസ്കഷൻസ് നടക്കുകയും അതുവഴി അത് മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുമ്പം ഇപ്പുറത്തെ ഭാഗത്ത് നിന്ന് ആരെങ്കിലും പറയണം, എൻ്റെ ഓഫീസിൽ എനിക്ക് ഫയലില്ലാത്തത് കൊണ്ടോ കേസില്ലാത്തത് കൊണ്ടോ അല്ല, ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ് ഞാൻ ചെയ്യുന്നത് എന്നുള്ള ബോധ്യമത്തോട് എന്ന അറിവോടുകൂടി തന്നെയാണ് അത് ചെയ്യുന്നത്. കാരണം വേറെ നിവൃത്തിയില്ല. ബാർ കൗൺസിൽ ഒന്നെങ്കിൽ ബാർ കൗൺസിൽ ഇടപെടണം, അല്ലെങ്കിൽ ആ അപ്പിയർ ചെയ്യുന്ന വക്കീലന്മാർ ഇടപെട്ടിട്ട് അതിനകത്തൊരു കംപ്ലീറ്റ് ആയിട്ടൊരു ചാനൽ ഡിസ്കഷൻസ് എന്തിനാണ്? മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്താൽ പോരെ? ഞാൻ ചോദിക്കുന്ന ഒരു വിചാരണ കേസിന്റെ ഉള്ള വിഷയം ചർച്ചയ്ക്ക് വെക്കുന്നത് എങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കോടതികളുടെ വിശ്വാസം ഇപ്പൊ മാധ്യമത്തെയാണ്. അല്ല, അത് എങ്ങനെയാണ്? വിചാരണ നടക്കുന്ന ഒരു കേസിൽ നാളെ പരിഗണിക്കേണ്ടുന്ന ഒരു ജഡ്ജ് അതിന്റെ കേസ് രേഖകൾ പരിശോധിച്ച് രണ്ട് ഭാഗവും കേട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് പരിശോധിച്ച് ചെയ്യേണ്ടുന്ന ഒരു ഓർഡർ, ഒരു ബെയിൽ ആപ്ലിക്കേഷൻ ആണെങ്കിൽ പോലും അത് രണ്ട് ഭാഗവും ഓറലായിട്ട് പറയുന്നതും എഴുതി കൊടുത്തിട്ടുള്ളതുമായിട്ടുള്ള കാര്യങ്ങൾ, അതിന്റെ നിയമവശം എന്ന് പറഞ്ഞാൽ ഞാൻ എന്നെ പോലെ 10-22 വർഷമായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന ഒരു വക്കീലിന് പോലും പല കാര്യങ്ങളും എടുത്തു വെച്ച് ഒരു തവണ വായിച്ചാൽ മനസ്സിലാവില്ല. അത് മനസ്സിലാവാത്തടുത്ത് നമ്മൾ രാവിലെ 11 മണിക്ക് അല്ലെങ്കിൽ 10:30 മണിക്ക് ജഡ്ജ്മെന്റ് പുറത്തിറങ്ങുന്നിടത്ത് 12 മണി മുതൽ ഡിസ്കഷൻ തുടങ്ങുകയാണ്. 38 പേജുകൾ. ഇപ്പോൾ കഴിഞ്ഞ ഒരു ദിവസത്തെ ഒരു ഫോറൻസിക് റിപ്പോർട്ട് എന്ന് പറയുന്ന സാധനം 23 പേജുണ്ട്. ആ 23 പേജ് എത്രയോ ക്രിമിനൽ കേസുകളിൽ ഫോറൻസിക് എക്സ്പേർട്ടിന്റെ റിപ്പോർട്ടുകൾ കൈകാര്യം ചെയ്യുകയും പഠിക്കുകയും ക്രോസ് എക്സാമിൻ ചെയ്യുകയും പഠിക്കുകയും അല്ലാതെ അപ്പീൽ സ്റ്റേജിലും ഒക്കെ നമ്മൾ ആർഗ്യൂ ചെയ്തിട്ടുള്ളൊരു അഭിഭാഷകയായ എനിക്ക് പോലും അത് മനസ്സിലാക്കിയെടുക്കാൻ എത്ര സമയമെടുത്തെന്നറിയോ? ഇൻഫാക്ട് എനിക്ക് മറ്റൊരു സംസ്ഥാനത്തെ ഒരു പോലീസ് ഓഫീസറുമായിട്ട് ഇതൊന്ന് ഡിസ്കസ് ചെയ്യേണ്ടി വന്നു. ഇതിന്റെ ഇംപ്ലിക്കേഷൻസ് എന്താണ്, ട്രയലിൽ എങ്ങനെയാണ് ഇത് ഉപയോഗപ്പെടുന്നത്, പ്രോസിക്യൂഷൻ എങ്ങനെ ഉപയോഗിക്കും. ഐ ഈവൻ സ്പോക്ക് ടു 2 പ്രോസിക്യൂട്ടർമാരോട് സംസാരിച്ചിട്ടാണ് ഞാൻ എൻ്റെ ഒരു അഭിപ്രായം രൂപീകരിക്കുന്ന ആ കാര്യത്തിൽ. ഇതൊന്നുമില്ലാതെ ഡബിംഗ് ആർട്ടിസ്റ്റ് വന്നിരുന്നിട്ട് അന്ന് വൈകുന്നേരം ഉച്ചയോടുകൂടി തന്നെ ഫസ്റ്റ് അടുത്ത ബുള്ളറ്റിനിൽ ഡബിംഗ് ആർട്ടിസ്റ്റ് വന്നിരുന്ന് ജഡ്ജി ന്യായാധിപനെ ജുഡീഷ്യൽ ഓഫീസറെ തെറി വിളിക്കുക. ഇതിനൊന്ന് തടസ്സം നിൽക്കാൻ എന്തുകൊണ്ടാണ് ബാർ കൗൺസിൽ പോലൊരു ബോഡി അനങ്ങാത്തത്? ഹൈക്കോടതി എന്തുകൊണ്ടാണ് സ്വമേധയാ കേസെടുക്കാത്തത്? മറ്റേ ജുഡീഷ്യൽ ഓഫീസേഴ്സിന്റെ അസോസിയേഷൻ ഉണ്ടല്ലോ, അവരെന്താണ് ഇതിലൊന്നും ആർക്കും എന്താണ് ഛേദമില്ലാത്തത്? ഒരു സ്ത്രീക്ക് നീതി ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി വേറൊരു സ്ത്രീ IPS ഓഫീസറെ തെറിവിളിക്കുക, വേറൊരു ഇതിന്റെ കേസ് വിചാരണ നടത്തുന്ന ലേഡിയെ ജുഡീഷ്യൽ ഓഫീസറെ ചീത്ത വിളിക്കുക, അവരുടെ ഭർത്താവിനെ ചീത്ത വിളിക്കുക, വീട്ടിലുള്ളവരെ വിളിച്ചുകൊണ്ട് വരിക. ഇതെല്ലാം മാധ്യമങ്ങൾ ഫെസിലിറ്റേറ്റ് ചെയ്ത് കൊടുക്കുകയാണ്, സൗകര്യം ഉണ്ടാക്കി കൊടുക്കുകയാണ്. ഇവരെ ചീത്ത വിളിക്കാനുള്ള ഓപ്പർച്യൂണിറ്റി, സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കുകയാണ്. ഇതിനെപ്പറ്റിയൊന്നും ഇതിനെ തടയാൻ ആർക്കും കഴിയാത്തത് എന്തുകൊണ്ടാണ്? ഐ വിൽ കീപ് ഓൺ ബാർക്കിംഗ്. ഞാനിങ്ങനെ ഒച്ച വെച്ചുകൊണ്ടേയിരിക്കും. എന്നെ തെറി വിളിച്ചോ, എന്റെ മക്കളെ വിളിച്ചുകൊണ്ട് വന്നിട്ട് അവരെ കൊണ്ട് എന്നെ ചീത്ത വിളിപ്പിച്ചോ, അച്ഛനെ ചീത്ത വിളിച്ചോ, പഴയ ഭർത്താവിനെ വലിയ ക്യാമനാക്കിക്കോ, ഞാൻ ഐ വിൽ കീപ് ഓൺ ബാർക്കിംഗ് അഗെയിൻസ്റ്റ് ദിസ് wretched system. അല്ല, അത് തന്നെയാണ് എനിക്ക് wretched system of doing this. ഏത് ഡിസൈൻ ആൻഡ് സിസ്റ്റം, രീതി ഓഫ് ഡൂയിങ് ദിസ്. ഈ ഒരു ഭാഗം മാത്രം ചേർന്നുകൊണ്ടുള്ള സത്യത്തിൽ ചർച്ച പോലും പാടില്ല. ചർച്ച റിപ്പോർട്ട് ചെയ്തോട്ടെ, കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്തോട്ടെ. ഇത് വിശകലനം ചെയ്യാൻ ബൈജു കൊട്ടാരക്കരയൊക്കെയാണ് വന്നിരിക്കുന്നത്. അല്ല, അതാണ് ഞാൻ ചോദിക്കുന്നത്. ബൈജു കൊട്ടാരക്കരയ്ക്ക് എന്തറിയാം? എന്ത് ലോ പോയിന്റ് അറിയാം? ഒരു കോർട്ട് പ്രൊസീഡിങ്ങിന്റെ അകത്ത് ഡിസ്കഷൻ നടത്തുമ്പം അതുമായി ബന്ധപ്പെട്ട് എക്സ്പെർട്ടീസ് ഉള്ള ആളുകളെ കൊണ്ടുവന്നിരുത്തിട്ട് പോലും ചർച്ച നടത്താൻ പാടില്ല. നമ്മളൊരു ജഡ്ജ്മെന്റ് ആയതിനു ശേഷം അതിനെ നമുക്ക് ക്രിട്ടിസൈസ് ചെയ്യാം, ചർച്ച ചെയ്യാം. എനിക്ക് ചോദിക്കാനുള്ളത് അത് തന്നെയാണ്. ബൈജു കൊട്ടാരക്കര എനിക്ക് അറിയില്ല, കേസ് എടുക്കാൻ പറ്റില്ല. 1 ഡസനിലധികം വനിതാ ഹൈക്കോടതി ജഡ്ജിമാരുണ്ട്. അവർ വിചാരിച്ചാൽ ഇതിനൊരു തീരുമാനം ഉണ്ടാക്കാൻ നോക്കും. ഒരു ലേഡി ജുഡീഷ്യൽ ഓഫീസറെയാണ് അവർ ഈ ആക്രമിക്കുന്നത്. ഒരു ആവശ്യത്തിനുള്ളതിനും ഇല്ലാത്തതിനും ഒക്കെ പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് സിയോമോട്ടോ കേസുകൾ എടുക്കുന്ന ഹൈക്കോടതി ജഡ്ജിമാരുണ്ട്. ഇവരെന്താ അനങ്ങാത്തത്? ഇത്ര വലിയ ആദ്യത്തിന് എത്ര വയസ്സുണ്ട്? 41. ഈ 41 വയസ്സിന്റെ ഇടയിൽ എപ്പോഴെങ്കിലും നമ്മൾ ചാനലൊക്കെ ആക്റ്റീവായിട്ട് എത്രയോ കാലമായി. ഇതിനോടകം എത്രയോ കേസുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. കല്ലുവാതിക്കൽ മുതൽ വൈപ്പിൻ മദ്യം, അങ്ങനെ ഒരുപാട് കേസുകൾ നമ്മളെയൊക്കെ കോൺട്രവേഴ്ഷ്യൽ ആയിട്ടും സെൻസേഷണൽ ആയിട്ടും ഒക്കെ വന്നിട്ടുണ്ട്. ഏതെങ്കിലും ഒരു കേസിൽ പിന്നീട് ഈ ന്യൂസ് മീഡിയ ഇത്രയും വിഷ്വൽ മീഡിയ ഇത്രയും ആക്റ്റീവ് ആയി കഴിഞ്ഞതിന് ശേഷം ആണെങ്കിൽ പോലും ഏതെങ്കിലും ഒരു കേസിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അവിടെയും എല്ലാം വിചാരണ നടക്കുന്നുണ്ട്. അവിടെ പ്രതികളെ ശിക്ഷിക്കപ്പെടുന്നുണ്ട്. എത്രയോ കേസുകളിൽ രക്ഷപ്പെട്ടു പോകുന്നുണ്ട്. ഇതിൽ ഈ ഒരു കേസിന് മാത്രം എന്തിനാണ് ഈ ചാനലുകാർക്ക് ഇത്രയേറെ ഉത്സാഹം?
ഞാൻ ഇപ്പോഴും പറയുന്നു, ഞാൻ എന്നും പറഞ്ഞു, ഐ എം ഗോയിങ് ടു സ്റ്റോപ്പ് ടോക്കിംഗ് എനിത്തിങ് മോർ അബൌട്ട് ദിസ് ടോപ്പിക്. ഈ മെമ്മറി കാർഡ് എന്ന് പറയുന്ന വിഷയമുണ്ടല്ലോ, ആ ഒറിജിനൽ മെമ്മറി കാർഡ് ഉണ്ട്. അതായത് ഈ വണ്ടിക്കകത്ത് വെച്ച് ദിലീപ് ആവശ്യപ്പെട്ടിട്ട് ഇവളുടെ നഗ്ന വീഡിയോ എടുക്കാൻ പോവുകയും അവിടെ വെച്ച് നഗ്ന വീഡിയോ എടുക്കാൻ പോകുന്നവനെ പോയിട്ട് വീഡിയോ എടുത്തോണ്ട് വന്നാൽ മതി. അവൻ അതിനകത്ത് വെച്ചിട്ട് പല കാര്യങ്ങളും അവളെ കൊണ്ട് ചെയ്യിപ്പിച്ചു. അവൾ സ്വമേധയാ ചെയ്തതാണ് എന്നൊരു പക്ഷം ഒരു ഭാഗത്ത് പറയുമ്പോൾ, അല്ല ഇത് ബലാത്കാരമായിട്ട് ജീവന ഭയത്തോടുകൂടിയാണ് ചെയ്യിപ്പിച്ചതെന്നും മറ്റൊരു വശം പറയുന്നു. എന്ത് തന്നെ ആവട്ടെ, ഒറിജിനൽ അപ്പാരറ്റസ് ഉണ്ട്, എക്വിപ്മെന്റ് പൾസർ സുനീർ ഇത് ദിലീപിന്റെ ആവശ്യപ്രകാരം പോയിട്ട് പിടിച്ച സാധനം. ആ ഒറിജിനൽ ഫോൺ എന്ന് പറയുന്ന സാധനം ഇല്ല. അപ്പം എന്റേതാണ് ഈ പറയുന്ന ആള് പിടിച്ചതെങ്കിൽ അത് കണ്ടുപിടിക്കാനായിരിക്കണം ഞാൻ എൻ്റെ ആത്യന്തികമായിട്ടുള്ള പ്രൈമറി അൾട്ടിമേറ്റ് ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പ്രിൻസിപ്പൽ ഒരു ഇന്റൻഷൻ എന്ന് പറയുന്നത് അത് കണ്ടുപിടിക്കണം. ആ പിടിച്ച ഫോണില്ല, ആ ഫോണിൽ നിന്ന് അത് കൈമാറി മാറി വേറൊരു വേർഷനാണ് പോയിരിക്കുന്നത്. കോടതിയുടെ മുമ്പാകെയുള്ളത് എഡിറ്റഡ് വേർഷനാണെന്നാണ് പ്രതിഭാഗം പറയുന്നത്. ഒറിജിനൽ വേർഷൻ കണ്ടുപിടിക്കാത്ത ബൈജു പൗലോസിനോടും സിനിമാ നടിക്ക് യാതൊരു വൈരാഗ്യവുമില്ല, യാതൊരു വാശിയുമില്ല, യാതൊരു പരാതിയുമില്ല.